മലയാളിയുടെ ആദ്യ സാമ്രാട്ട് മമ്മൂട്ടി എന്ന അധികാരൻ ഇന്ത്യൻ സിനിമയുടെ അഭിനയങ്ങളുടെ അരിഞ്ഞാട്ടം. ഈ നടനെ തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ ഒരു വ്യക്തിയും കഴിയും. 2024 മികച്ച നടന്റെ പട്ടികയിൽ മമ്മൂക്ക ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഈ ഒരു ഫിലിം എടുത്ത് മമ്മൂട്ടിയെ സംബന്ധിച്ചോളണം ആ ധൈര്യം കാണിച്ചെന്ന സ്റ്റേറ്റ് റോളാണ്. അർജുന അശോകൻ താർത്തുണ്ട്. അർജുന അശോകൻ നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയില്ല. ടെക്നിക്കലി സൂപ്പർ ഫിലിമാണ്. ക്യാമറ വൈസ് ആയാലും സൗണ്ട് ആയാലും ആർട്ട് ഡയറക്ഷനായാലും എല്ലാം കൊണ്ട് ഒരു ക്ലാസിക് പടമാണ്. ഇങ്ങനത്തെ പടങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോട്ട് പോകും, സെക്കൻഡ് ഹാഫ് കയറും. പടം ഇതുവരെ കാണാത്തൊരു ദൃശ്യാനുഭവമാണ്. പിന്നെ മമ്മൂട്ടി എന്തുകൊണ്ടാണ് രാക്ഷസ നടികൾ എന്ന് വിളിക്കുന്നത് ഈ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാവും. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ദൃശ്യാവിഷ്കാരം. ഇനി സിനിമ എന്ന് പറയുന്നത് പുതിയ കളർ എന്ന് പറയുന്നത് മോണോക്രോമാണ്. പുതിയ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതിൻ്റെ സൗണ്ട് ഡിസൈൻ, അതിൻ്റെ ഡയറക്ഷൻ, ആ കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നതിൽ ഗംഭീരമായി വിജയിച്ച സംവിധായകൻ. വേറെ ലോകത്ത് നിന്ന് അഭിനയിക്കുന്ന പോലെയുള്ള മമ്മൂട്ടിയുടെ പ്രകടനമായിരുന്നു. ഫാൻറ്റസിയാണ്, പീരിയഡ് ഡ്രാമയാണ്. പിന്നെ അതിൻ്റെ എല്ലാവരും ഒരു കാടിൻ്റെ സൗന്ദര്യം, ഒരു മനയുടെ സൗന്ദര്യം, ഒരു ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന ഇതാണ് വന്യമായ ഒരു അനുഭവം. അറ്റ്മോസ്ഫിയർ ഞാൻ പറഞ്ഞില്ല, അറ്റ്മോസ്ഫിയർ കണ്ടന്റ് ഫുള്ളുള്ള കാരണം നല്ലൊരു തിയേറ്ററിലേക്കാണെങ്കിൽ ആ മറ്റേ സീറ്റിലെ ആ വൈബ്രേഷനൊക്കെ ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. എന്തിരുന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ പെർഫോമൻസ് ആയിരുന്നു? അടിപൊളി പെർഫോമൻസ് അടിപൊളി എന്ന് പറയാനില്ല. ഇതിലാകെ 5 ക്യാരക്ടേഴ്സും കണ്ടുള്ളൂ. 5 ക്യാരക്ടേഴ്സിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മമ്മൂക്ക, പിന്നെ അർജുന അശോകൻ, സിദ്ധാർത്ഥ്. എന്തായിരുന്നാലും തിയേറ്ററിൽ തന്നെ കാണാനുള്ള സംഭവമുണ്ട്. പിന്നെ BGM ഒക്കെ ഉണ്ടല്ലോ, BGM മറ്റേ ഇടയ്ക്കുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല കിടലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് ആസ്വദിച്ചാലും അത് നമുക്ക് കിട്ടുള്ളൂ. എന്തിരുന്നാലും എന്തുകൊണ്ടും ഇത് മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഈ ചിത്രം രാഹുൽ സദാശിവൻ ഭൂതകാലം ചെയ്ത ആ ഡയറക്ടറിൻ്റെ ഈ ഒരു ചിത്രം മത്സരിച്ചിട്ടുള്ള ഒരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് മമ്മൂക്കയും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ, നമ്മുടെ അർജുന അശോകൻ, മണികണ്ഠൻ ആചാരി, അമാൽഡ എന്ന് പറഞ്ഞ നായിക എല്ലാവരും ചേർന്നപ്പോൾ ഒരു മികച്ച ഒരു എൻ്റർടൈനർ തന്നെയാണ് കിട്ടിയത്. നമ്മളെല്ലാവരും പ്രതീക്ഷ ഒരു ട്രീറ്റ് തന്നെയാണ്, നമ്മൾ വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കിട്ടിയത്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം. നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ എന്താ സിനിമ? കാരണം മമ്മൂക്കയുടെ 2 കഥാപാത്രമുണ്ട്. ഞാൻ അദ്ദേഹത്തെ സത്യം പറഞ്ഞ ഇത് ആരാണെന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് അഭിനയിക്കുന്നത്. അത്രയ്ക്ക് എന്താ ഇത് കോസ്റ്റ്യൂം ഒക്കെ അടിപൊളി, കല പെർഫെക്റ്റ്, ഒന്നും പറയാനില്ല. കാരണം അത്രയും തിയേറ്ററിൽ നിന്ന് അങ്ങനെ ഭയങ്കര സ്റ്റൈലിന് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭയങ്കര ഇഷ്ടം. നമുക്ക് കളർ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് തോന്നി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറങ്ങേണ്ട സമയമായി എന്ന് തോന്നുന്നു. നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നു പഴയ കാലമായിട്ട്. ഞാൻ വീണ്ടും വരുന്നു. ഇപ്പോൾ ഓരോ പഴയ ഡ്രസ്സുകളൊക്കെ തന്നെ അദ്ദേഹം സിനിമ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. ഹൊറർ എന്ന് പറയുമ്പോൾ എപ്പോഴും കോമഡി കലർന്നൊരു ഹൊററായിരിക്കും. പക്ഷേ ത്രൂ ആൻഡ് ത്രൂ ഔട്ട് ഹൊറർ കാണണമെങ്കിൽ പടം കാണണം, വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. വലിയ സ്ക്രീനിൽ തന്നെ എക്സ്പീരിയൻസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നൊന്ന് നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് പടമായിട്ട് കാണുമെങ്കിൽ തിയേറ്റർ തന്നെ കാണുന്നറിയാം. എക്സൈറ്റഡ് ആയിട്ട് നമുക്കിടെ ചിരി എങ്ങനെയുണ്ട്? ഭയങ്കരമായിട്ട് എല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ്. എങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയോ? പ്രത്യേകിച്ച് മ്യൂസിക് ഒക്കെ ഞാൻ അങ്ങനത്തെ പോയി കണ്ടിട്ടില്ല. ഇതാണ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നത്. മമ്മൂക്കാനെങ്ങനെ കണ്ടില്ല. സൂപ്പർ പറയാൻ. ഓക്കെ, താങ്ക് യു. പ്രതികരിക്കുന്നത്. ഇപ്പോൾ ആളുകൾ പുറത്തിറങ്ങി അതിൻ്റെ റെസ്പോൺസ് പറയുമ്പോൾ പോലും സ്പോയിലേഴ്സ് ഇല്ലാതെ ആണ് ആളുകൾ അത് പറയുന്നത്. ഈ മെറ്റീരിയലിനോട് അവർ കാണിക്കുന്ന റെസ്പെക്റ്റ് ലവ് ആണെന്ന് തോന്നുന്നു. സോ ഓഡിയൻസിൻ്റെ ഈ ഒരു റിയാക്ഷൻ തിയേറ്ററിൽ ലൈവായിട്ട് കണ്ടപ്പോൾ ആ ഫീലിംഗ് ഒന്ന് പറയാമോ? നമ്മുടെ നാട്ടിൽ ഓൾറെഡി ഈ മിത്തുകളും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളുടെ ഒക്കെ വലിയൊരു സംസ്കാരമുണ്ട്. അപ്പോൾ അത് ഇതുവരെ അങ്ങനെ ഒരു അഥർവത്തിനൊക്കെ ശേഷം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സോ ബ്രഹ്മയുഗം അതിൻ്റെയൊക്കെ ഒരു നല്ല അഡാപ്റ്റേഷനാണ്. അതിൻ്റെ കുറേ നല്ല ഈണം സംഗീതത്തിലും ആ സാധനം ഈ കഥയിൽ പറഞ്ഞ ഒരു ഫോട്ടോ ഗംഭീര അഭിപ്രായം ലഭിക്കുമ്പോൾ നല്ല സന്തോഷം. കൂടുതൽ ആൾക്കാർ
വരാനുണ്ടല്ലോ, അപ്പോൾ അത് കണ്ടിട്ട് അവരെ നാഷണൽ അവാർഡ് കൊല്ലാവട്ടെ. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാവാൻ ചാൻസ് ഇല്ലല്ലോ. ആയാൽ അത്രയും അതിന് കൂടുതൽ സന്തോഷം. പൊള്ളിയായിരുന്നു. അത് എല്ലാവരും പറഞ്ഞാൽ തന്നെ ഇപ്പോൾ നമുക്ക് എടുക്കുന്ന ക്യാരക്ടേഴ്സ് നോക്കിയാലും എല്ലാം ഭയങ്കര രീതിക്ക് നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് ആക്ടേഴ്സിനൊക്കെ ഇനിയും നമുക്കൊന്നുമില്ല, ബ്രേക്ക് ചെയ്ത് എന്തൊക്കെ അടക്കം ചെയ്യാമെന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബലവും ആ ഒരു ശക്തിയാണ് നമുക്ക് അടുത്ത ക്യാരക്ടറും എന്ത് ടൈപ്പ് എടുക്കണം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള കൊതികളുണ്ടായിരുന്നു. ഓഫ്കോഴ്സ് അങ്ങനത്തെ ഒരു ആക്ടർ പ്രൗഡാണ്. ടെൻഷൻ ഉണ്ടായിരുന്നോ പ്രേക്ഷകരെ എങ്ങനെ ഏറ്റെടുക്കുന്നത്? പിന്നെ ഓഫ്കോഴ്സ് ഉണ്ട്. അത് എല്ലാ പടത്തിലും ഇറങ്ങുമ്പോൾ നമുക്ക് തലേ ദിവസം അതിന് 10 ദിവസം ഇറങ്ങുന്ന ദിവസമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടാവും. ആൾക്കാരത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. കാരണം നമ്മൾ ചെയ്ത് വെച്ചൊരു ആർട്ട് വർക്കാണ്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്താൽ അത്രയും സന്തോഷം. ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാത്ത പടങ്ങൾ നമ്മൾ നെക്സ്റ്റ് പടം അതിൽ എന്തൊക്കെ തെറ്റെന്ന് മനസ്സിലാക്കി അടുത്ത് തന്നെ നമുക്ക് ആകെ ആക്ച്വലി സിനിമയിൽ ക്യാരക്ടേഴ്സ് പോകുമ്പോൾ ആക്ച്വലി കഥ കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു? അത് നിങ്ങൾക്കും കണ്ട